ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആ തട ഉറയ്ക്കാനായിട്ട് ഒരു രക്തബന്ധക്കൂട്ടും അരച്ചങ്ങ് ചേർത്തേക്ക്. മനസ്സിലായില്ല? കളക്ടറുടെ ചോര പരുത്തിക്കുന്നിൽ വീഴണം. അറിഞ്ഞ കാര്യങ്ങള് അറിഞ്ഞ നിമിഷം തന്നെ അറിയിക്കേണ്ടവരെ അറിയിച്ചില്ലെങ്കിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടാ. അതുകൊണ്ട് എന്തായാലും കൈയോടെ അങ്ങ് അറിയിച്ചേക്കാം. ഹലോ, ആ ജോൺ അബ്രഹാം ആണേ, ADM. ADM സാറോ? എന്താ സാറേ, എന്താ വിളിച്ചത്? എന്തെങ്കിലും കാര്യമില്ലാതെ വിളിക്കില്ലെന്നറിയാം. അറിയാലോ, അത്രയും ആത്മാർത്ഥതയുള്ള ആളാ ഞാൻ. അത് ഞങ്ങൾക്ക് അറിയാലോ. സാറിന്റെ ആത്മാർത്ഥതയെ കുറിച്ച് മഹേന്ദ്ര സാർ കഴിഞ്ഞ ദിവസം പറഞ്ഞതേ ഉള്ളൂ. എന്നെ സഹായിക്കുന്നവരെ ഞാൻ അകമഴിഞ്ഞ് സഹായിക്കും. എന്റെ ക്യാരക്ടർ അങ്ങനെയാ. അതുകൊണ്ടെന്താ, ശത്രുക്കളുടെ എണ്ണം കൂടുതലാ. അതല്ലെങ്കിലും അങ്ങനെയാ സാറേ, നല്ലവരെ ജീവിക്കാൻ അനുവദിക്കില്ലല്ലോ. സാറ് തന്ന സഹായങ്ങളെല്ലാം ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാ. അതുപോലൊരു ഇൻഫർമേഷൻ തരാനാ ഞാനിപ്പോ വിളിച്ചത്. നിങ്ങൾക്ക് ഏറ്റവും അധികം ഗുണം ചെയ്യുന്നത്. പറ സാറേ, എന്താ സാറ് പറയാൻ വന്നത്? പറയാനുള്ളത് പരുത്തിക്കുന്ന് കോളനിയെ കുറിച്ചാ. ആ പുറമ്പോക്ക് സ്ഥലത്തിന്റെ റീസർവേ അടക്കം താലൂക്കിൽ നിന്നും വില്ലേജിൽ നിന്നും റീസർവേ ഓഫീസിൽ നിന്നൊക്കെ ശേഖരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഉടനെ ഒരു ഇടിച്ചു നിരത്തൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബുൾഡോസർ ആണോ ഇനി JCB ആണോ എന്ന് വന്നാലേ അറിയാൻ പറ്റൂ. എന്തായാലും ഉടനെ അതവിടെ എത്തും. അതിനുള്ള ഒരുക്കങ്ങള് കളക്ടർ ശാലിനി വിഷ്ണു തുടങ്ങിക്കഴിഞ്ഞു. തട വെക്കാൻ വല്ലതും കരുതിയിട്ടുണ്ടെങ്കിൽ ഉടനെ അങ്ങ് വച്ചോ. നമ്മളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തു തരാൻ പറ്റൂ. എന്നാ പിന്നെ വെക്കട്ടെ. ഞാൻ വിളിച്ചെന്നും അന്വേഷിച്ചെന്നും മഹേന്ദ്രൻ സാറിനോടൊന്ന് പറഞ്ഞേക്കണേ. ശരി. അങ്ങനെ ശാലിനി വിഷ്ണുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അപ്പ പടപ്പുറപ്പാട് തുടങ്ങി. ഞാൻ പറഞ്ഞ കാര്യത്തിന് മറുപടിയൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഒരു കീഴ്വഴക്കം മാണിക്കോത്ത് ഇല്ലല്ലോ നിർമ്മല. ഞാൻ എന്ത് തീരുമാനിക്കുന്നോ അത് അവരനുസരിക്കുകയല്ലേ പതിവ്. ഇതങ്ങനെയല്ലല്ലോ, അവരുടെ ജീവിതമല്ലേ. അതിന് അവരുടെ ഇഷ്ടങ്ങൾക്ക് നമ്മൾ വില കൽപ്പിക്കേണ്ടി വരും. ശരി, അവളെ വിളിക്ക്. ചന്ദ്രേ, ദേ അച്ഛൻ വിളിക്കുന്നു. വാ വാ. എന്താ അച്ഛാ? അടുത്ത ഞായറാഴ്ച നിന്നെ പെണ്ണ് കാണാനായിട്ട് ഒരു കൂട്ടര് വരും. തരക്കേടില്ലാത്ത കുടുംബമാ, ഒറ്റ മോൻ. അച്ഛന് കൃഷിപ്പണിയാ. ചെറുക്കൻ എന്തോ ഗവൺമെന്റ് ജോലിയോ മറ്റോ ഉണ്ടെന്നാ പറഞ്ഞത്. ഞാൻ എന്ത് മറുപടിയാ അവർക്ക് കൊടുക്കേണ്ടത്? എനിക്കിപ്പോ കല്യാണം വേണ്ട അച്ഛാ. എനിക്ക് കോഴ്സ് പൂർത്തിയാക്കണം. കല്യാണം കഴിഞ്ഞും കോഴ്സ് പൂർത്തിയാക്കാവല്ലോ. ഞാൻ അവരോട് വരാൻ പറയാൻ പോവാ. അച്ഛാ, അത് ഇവളെ അകത്തോട്ട് വിളിച്ചോണ്ട് പോ നിർമ്മലേ. അല്ല, അവള് പറയുന്നതിലും കാര്യമില്ലേ? പറഞ്ഞത് കേക്കടി. വിളിച്ചോണ്ട് പോ. വാ മോളെ. എന്റെ അമ്മ കല്യാണം കഴിഞ്ഞ പഠിത്തമൊന്നും നടക്കില്ല. ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത്? വാ. എന്താ സ്വാമി? സ്വാമിക്ക് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു. പറയാനുള്ളത് അത്ര സുഖമുള്ള കാര്യമല്ല. കളക്ടർ ഏത് നിമിഷവും പരുത്തിക്കുന്നിലെത്താം. ഈ വരവിൽ അവരെന്തൊക്കെയോ ഉറപ്പിച്ചു കൂട്ടിയിട്ടുണ്ടെന്നാ അറിയാൻ കഴിഞ്ഞത്.
നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും ചെയ്യണ്ടേ? അപ്പോ അത് ഒഴിഞ്ഞു പോവില്ല, ഒഴിപ്പിച്ചു വിടണം അല്ലേ? അതെ. അങ്ങനെയാണ് വേണ്ടതെങ്കിൽ അങ്ങനെ ചെയ്യാം. സ്വാമി ശിവനെ ഒന്ന് വിളിക്കുക. റവന്യൂ മിനിസ്റ്റർ വർക്കിച്ചൻ ഒരാഴ്ച വിദേശ പര്യടനത്തിലാണ്. അയാള് വരുന്നതുവരെ ജില്ലാ കളക്ടറെ ഒന്ന് ബ്ലോക്ക് ചെയ്യണം. പൊളിറ്റിക്കലായിട്ട് ഞാൻ നോക്കിക്കോളാം. പക്ഷേ ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണുവിന്റെ നീക്കങ്ങൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാൻ നിന്നെ കൊണ്ടേ സാധിക്കൂ. നീ മറുപടി ഒന്നും പറഞ്ഞില്ല. പരുത്തിക്കുന്ന് കോളനി ഞാൻ വളർന്ന മണ്ണ, എന്റെ മണ്ണ്. ഞാൻ പിച്ച വെച്ച് നടന്നു പിടിച്ച മണ്ണ്. അത് ഞാൻ ഒരാൾക്കും വിട്ടുകൊടുക്കില്ല. കളക്ടറുടെ ഭാഗത്തുനിന്നുള്ള എല്ലാ നീക്കങ്ങളും ഞാൻ ബ്ലോക്ക് ചെയ്തോളാം. അവൻ പറഞ്ഞതാ സ്വാമി. കളക്ടറുടെ മുന്നിൽ അവന്റെ ഒരു തട അവനായിട്ട് തന്നെ കെട്ടി ഉയർത്തിയിരിക്കും. പക്ഷേ ആ തടയ്ക്കപ്പുറം നമുക്കൊരു തട അവൾക്ക് വേണ്ടി കെട്ടണം. ആ തട ഉറയ്ക്കാനായിട്ട് ഒരു രക്തബന്ധക്കൂട്ടും അരച്ചങ്ങ് ചേർത്തേക്ക്. മനസ്സിലായില്ല? കളക്ടറുടെ ചോര പരുത്തിക്കുന്നിൽ വീഴണം. ചെറിയ ഒരു രക്താഭിഷേകം, അതും ചുവന്ന പൂക്കൾ കൊണ്ടാകുമ്പോ വീഴുന്ന ചോരത്തുള്ളികൾക്ക് മികവേറും. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ ആണ് വെടിയുണ്ടായെന്ന് അവൾ അറിയണം. അറിയിക്കും ഞാൻ. അങ്ങനെ അങ്ങ് പോയാലോ? എന്റെ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോയാ മതി. ചന്ദ്രേ, നീ വണ്ടിന്ന് വിട്ടു മാറിക്കേ. ഞാൻ പിന്നെ എന്റെ കാര്യങ്ങൾ ആരോട് പറയും? എല്ലാം ഒരു കൂട്ടി വളർത്താവുന്ന കടവ കുഞ്ഞുങ്ങളാ. അച്ഛനായാലും അമ്മയായാലും ആങ്ങളായാലും പറയുന്നതൊന്ന് കേൾക്കാനുള്ള മനസ്സ് പോലും കാണിക്കുന്നില്ല. പിന്നെ എന്റെ സങ്കടങ്ങൾ ഞാൻ ആരോട് ചെന്ന് പറയും? ഇത് വലിയ ശല്യമായല്ലോ. ശരി, നിനക്ക് എന്താ പറയാനുള്ളത്? എനിക്കിപ്പോ കല്യാണം വേണ്ട. എനിക്ക് എന്റെ കോഴ്സ് കഴിഞ്ഞിട്ട് മതി കല്യാണം. കോഴ്സ് മണ്ണാകട്ടെ. എടി, നിന്റെ കഴുത്തിൽ താലി കയറണമെന്ന് തീരുമാനിച്ചിരിക്കുന്ന അച്ഛനാ, മാണിക്യോത്ത് മഹേന്ദ്രൻ. അതുപോലെ നടക്കൂ. നീ അങ്ങോട്ട് മാറിക്കേ. ശിവേട്ടൻ ഇതിൽ എന്നെ സഹായിക്കൂ ഇല്ലയോ? അതാ എനിക്ക് അറിയണ്ടേ.